MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് സുഹൃത്തായ ഫെനി നയനാൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തി സോഷ്യൽ മീഡിയ വഴി. അതിനെതിരെ അതിജീവിത ഒരു പരാതി കൊടുക്കുന്നു. കേരള പോലീസ് സൈബർ കുറ്റകൃത്യത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരു അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നും അത്തരത്തിൽ വെളിപ്പെടുത്തിയാൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫെനി നയനാൻ എന്ന് പറയുന്ന വ്യക്തി വെളിപ്പെടുത്തൽ നടത്തിയ കാര്യങ്ങളിൽ എവിടെയും അതിജീവിതയുടെ പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തുന്ന ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ആ കേസിലെ ഫാക്ട്സ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കളവാണോ ശരിയാണോ എന്ന് പോലീസല്ലേ അന്വേഷിക്കേണ്ടത്. ഇവിടെ പ്രതിയായ MLA റിമാൻഡിലാണ്. റിമാൻഡിൽ കിടക്കുന്ന പ്രതി സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ ഫെനി നയനാന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ ഓൾറെഡി കോടതിന് മുൻപേ ഹാജരാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് ചെയ്യേണ്ടത് എന്താണ്? ഇതിനെതിരെ പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയാണോ? ഈ ഫെനി നയനാൻ എന്ന് പറയുന്ന വ്യക്തിയെ വിളിക്കണം, ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ തെളിവെടുക്കണം, മൊഴിയെടുക്കണം. അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ട് എന്ന് പറയുന്ന ചാറ്റുകളുടെ ആധികാരികത പരിശോധിക്കണം. ഇതൊന്നും ചെയ്യാൻ സമയമില്ല. പേടിപ്പിച്ച് നിശബ്ദരാക്കുക. നമ്മൾ കണ്ടതാണല്ലോ. AI ചിത്രം പ്രചരിപ്പിച്ചപ്പോൾ കേസെടുത്തു, അയ്യപ്പന്റെ പാട്ട് പാടിയപ്പോൾ കേസെടുത്തു. എന്നിട്ട് എന്തുണ്ടായി? പേടിപ്പിക്കുക. ജനങ്ങളെ പേടിപ്പിച്ച് ഇത് കൂടുതൽ പ്രചരിക്കുന്നത് തടയുക. പേടിപ്പിക്കാൻ വേണ്ടി ആവരുത് കേസ് എടുക്കുന്നത്. കേസിൽ കഴമ്പുണ്ടാവണം, കേസ് നിലനിൽക്കുന്നതാവണം. ഇവിടെ ഫെനി നയനാൻ എന്ന വ്യക്തിക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് യാതൊരു തരത്തിലും നിലനിൽക്കാത്തതാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.